കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബസ് ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. കൊയിലാണ്ടി സ്വദേശിയായ അമൽജിത്തിനാണ് മർദ്ദനമേറ്റത്. ബൈക്കിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് അക്രമം. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസാണ് ചേരുന്നത്. ലിനറ്റ്, ഏത് രീതിയിലാണ് പരാതി? ഒരു മർദ്ദനത്തിനുള്ള പ്രകോപനം എങ്ങനെയാണ്? സ്വാതി, ഇന്നലെ വൈകുന്നേരം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപായി ബസ്സിന് സൈഡ് നൽകാത്തതിനെ തുടർന്ന് ഈ ബസ് ഡ്രൈവറായ അമൽജിത്തും അതോടൊപ്പം ഈ ഒരു ബൈക്ക് യാത്രികനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം വൈകുന്നേരം സർവീസ് നിർത്തിയതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡിൽ വണ്ടി കയറ്റുന്നതിനോടൊപ്പം തന്നെ ഈ ബൈക്ക് യാത്രികനും ഒപ്പം ചേർന്ന ഒരു 6 അംഗ സംഘവും ഈ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് വരികയും ഡ്രൈവറോട് സംസാരിക്കുകയും തർക്കമുണ്ടാവുകയും പിന്നീട് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയുമാണ് ചെയ്തത്. അതോടൊപ്പം ഉടൻ തന്നെ വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച ഡ്രൈവറുടെ കണ്ണിൽ പൊടിയിട്ടതായും അതോടൊപ്പം ബസ് ജീവനക്കാരനായ കണ്ടക്ടറായ നാസറിനെയും ഉപദ്രവിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു മർദ്ദനത്തിൽ പരിക്കേറ്റ തലയ്ക്കും അതോടൊപ്പം കണ്ണിലൊക്കെ തന്നെ പരിക്കേറ്റ ബസ് ജീവനക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയുണ്ടായി. ഇതേ തുടർന്ന് കൊയിലാണ്ടി പോലീസിലാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 6 പേര് ഉൾപ്പെടെയുള്ള ഈ ബൈക്ക് യാത്രികന് ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ 6 മാസമായി ഈ അമൽജിത്ത് എന്ന ഡ്രൈവറുടെ ലൈസൻസ് RTO സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ ഒരാഴ്ച മാത്രമാണ് ഇപ്പോൾ വീണ്ടും ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് തിരികെ കിട്ടിയതിന് ശേഷം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന് ലൈസൻസ് തിരിച്ചു ലഭിച്ചത്. അതും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ്. സ്വാതി. ശരി ലിനറ്റ്.